ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് കോഴിക്കോടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്നൊന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് കോഴിക്കോടേക്ക് പോയി വരാമെന്ന്. അങ്ങനെ അങ്ങ് ഇറങ്ങി. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഏട്ടനും പറഞ്ഞത് നമുക്കൊന്ന് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് വീട്ടിലും പറഞ്ഞത്. അപ്പോൾ തന്നെ അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്ന് നമ്മൾ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കിയിരുന്നു. അതുകൊണ്ട് റെഡി ടു വേ ഒന്നും എടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ പെട്രോളിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്രോൾ ഇല്ല, യുദ്ധം പ്രമാണിച്ച് പെട്രോളൊന്നും കിട്ടാനും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാണ്. അങ്ങനെ നേരെ പെട്രോൾ പമ്പിലേക്ക് കയറ്റി. അങ്ങനെ ഫുൾ ടാങ്കും പറഞ്ഞ് ഇങ്ങനെ മീറ്ററിലേക്ക് തന്നെ നോക്കിയിരുന്നു. എത്ര ആകുമ്പോഴാണ് ഫുൾ ടാങ്ക് ആവുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഏകദേശം എപ്പോഴും ഇപ്പം ഫുൾ ടാങ്ക് അടിച്ച് വെക്കാറാണ് ഉള്ളത്. അപ്പോൾ ഒരു ഹാഫ് ടാങ്കെങ്കിലും ഉണ്ടായിരുന്നു. നമ്മൾ അടിക്കുന്ന സമയത്ത് തന്നെ ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് ടാങ്കും കൂടി അടിക്കേണ്ടിയില്ലായിരുന്നു. 607 ആകുമ്പോഴത്തേക്ക് തന്നെ ഫുൾ ടാങ്ക് ആയിട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി. ഇത് കഴിഞ്ഞ് ഇറങ്ങിയ പാട് തന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ബായ്സ് ഗാർഡൻ. നമ്മളെ വീട്ടിലേക്കുള്ള ചെടികളും എല്ലാം വാങ്ങിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ചെടികളും വാങ്ങിച്ചത് ഇവിടെ നിന്ന്. ഇവിടെ പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വളവും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുകയും ചെയ്യും. ചെടി എങ്ങനെ നടണം, എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം, എല്ലാം അവർ തന്നെ പറഞ്ഞു തരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ വന്ന് ചുരത്തിലെത്തിട്ടോ. അതിനിടയ്ക്ക് ചായ കുടിക്കാനോ ഒന്നിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ചായ കുടിച്ച പാടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു. വെള്ളവും കുപ്പിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വയനാട് കണ്ണൂരൊന്നും മാറ്റമില്ലല്ലോ, എല്ലായിടത്തും ഒരേ ചൂട് കാലമായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയ സമയമായതുകൊണ്ട് എവിടെ നിന്നും വെള്ളം വാങ്ങി കുടിക്കാനുള്ള പേടിയുണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തവും കാര്യങ്ങളും അസുഖങ്ങളും ഒരുപാട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്ത്. അപ്പോൾ പരമാവധി പുറത്തേക്ക് ഇറങ്ങുന്നവർ വീട്ടിൽ നിന്ന് വെള്ളമെടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ ഞാനും എടുത്തില്ല, എനിക്കെടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ ഓർത്തുമില്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഓർത്താൽ തന്നെ എനിക്കും ഒരു മടിയായിരിക്കുമല്ലോ. അത് തന്നെയാണ് നമ്മളെല്ലാവരുടെ അവസ്ഥ, അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെള്ളം എടുക്കണം, പോകുന്ന വഴിക്ക് കുടിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ നമ്മളെ മടി സമ്മതിക്കില്ല. പോകുന്ന വഴിക്ക് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകും. എന്നിട്ട് ഓരോ അസുഖവും വന്നിട്ട് നമ്മൾ തന്നെ അനുഭവിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, വെള്ളം എടുത്താൽ മതിയായിരുന്നു, കുടിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ചുരത്തിൽ നല്ല ബ്ലോക്കാട്ടോ. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബൈക്കിൽ പോകുന്നവരെപ്പോഴും രാജാക്കന്മാരാണല്ലോ. അപ്പോൾ നമ്മളിതാ രാജാക്കന്മാരെ പോലെ പോവാണ്. ചുരം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരതി ഒരു ഇളനീർ കട പരത്തിയിട്ടാണ് പോയത്. നമ്മൾ ഇളനീർ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണവും മാറുമല്ലോ. അപ്പോൾ ഞങ്ങളിത് 2 ഇളനീർ വാങ്ങി അത് കുടിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസും അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് അങ്ങനെ മെല്ലെ ഇറങ്ങി. ചൂട് കാരണം ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇടാത്തത് കൊണ്ട് തന്നെ പൊടിയൊക്കെ അടിച്ച് കണ്ണിലേക്കാണ് വീണത്. അതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു. അങ്ങനെ പിന്നെയും നമ്മളെ യാത്ര തുടങ്ങി. ടവലോ കാര്യങ്ങളോ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അത്യാവശ്യം കയ്യിൽ വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണല്ലോ. അപ്പോൾ ഒരു 2 പാക്കറ്റ് ടിഷ്യൂ പേപ്പർ തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഏകദേശം ഒന്ന് തീരാനായി. ഞങ്ങൾ ചൂട് കാരണം കുറേ സമയം കാറ്റ് കൊണ്ട് നിന്നപ്പോൾ മൈജീൻ്റെ സെൻറ്റർ ഇങ്ങനെ നോക്കി കുറേ സമയം നിന്ന് കയറിയൊന്നുമില്ല. അതിനായിട്ടല്ലല്ലോ നമ്മൾ പോയത്. അപ്പോൾ പിന്നെ ഒരു ദിവസം കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് മിഠായിത്തെരുവിലേക്ക് കേട്ടോ. അവിടെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ കല്യാണ ബിരിയാണി ഞങ്ങൾ റീൽസിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ അങ്ങനെ പോകുമ്പം എന്തായാലും അവിടുത്തെ ബിരിയാണി ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഉച്ച സമയത്തായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. അങ്ങനെ കയറി. ആദ്യം തന്നെ ഒരു കുപ്പി വെള്ളത്തിനാണ് പറഞ്ഞത്, തണുത്ത വെള്ളം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയും വാങ്ങി, തണുത്ത വെള്ളവും വാങ്ങി, അങ്ങനെ കുടിക്കാൻ തുടങ്ങി. ബിരിയാണി കഴിച്ച് തുടങ്ങിയപ്പോൾ ഒരാളെ എക്സ്പ്രഷൻ ഇപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ കഴിച്ചില്ല,
നോക്കാം. അപ്പോൾ ഏട്ടൻ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ചള്ളാസും അച്ചാറും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ കല്യാണ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലഗോൺ ബിരിയാണിയാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനങ്ങനെ ചിക്കനിൽ വറുത്തിട്ട് ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ, പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് അന്നത്തെ തണുത്ത വെള്ളത്തിനായിരുന്നു. അത്രയും ചൂടുള്ളത് കൊണ്ട് തന്നെ ബിരിയാണിനേക്കാട്ട് ടേസ്റ്റ് ആയിരുന്നു വെള്ളത്തിന്. പിന്നെ നമ്മൾ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എല്ലാമൊക്കെ കണ്ട് വന്ന്. അപ്പോൾ അമ്മക്കും എല്ലാവർക്കും ഡ്രസ്സും അവിടെ നിന്നെടുത്ത്, വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകളെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കായിരുന്നു. ഞാനിതുവരെ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ കണ്ണൂർ തന്നെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് പോകാനും പറ്റിയില്ല. അപ്പോൾ വയനാട് ബീച്ചില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് പോയപ്പോൾ ബീച്ചിലേക്ക് ഒന്ന് പോകണം തോന്നി. അങ്ങനെ നേരെ ബീച്ചിലേക്ക് പോയി ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കഴിച്ച് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരും കേട്ടോ വീട്ടിലേക്ക്, വയനാട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ചെന്നാലും നമ്മളെ പരിപാടി ഇതാണല്ലോ, ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം നിർബന്ധമുള്ള കാര്യമാണല്ലോ. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വരുന്ന വഴിക്ക് ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കുകയാണ്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ മെല്ലെ വയനാട്ടിലോട്ട് വിടുക കേട്ടോ. ഏകദേശം വൈകുന്നേരം സമയമായി, ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ വേഗം തന്നെ ഇറങ്ങാമെന്ന് വെച്ചാൽ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു പാലം കണ്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതേപോലെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു, തൂക്കുപാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ പോയതാണ്. അപ്പോൾ അങ്ങനെ കയറി. ഈ സ്ഥലം വരുന്നത് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്കുള്ള വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തൂക്കുപാലമുള്ളത്. അപ്പോൾ അവിടുത്തെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഭംഗിയെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴി വലിയ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറുതായിട്ട് അങ്ങനെയും ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ സൈഡായിട്ടോ. അപ്പോൾ ഓവർ ഹീറ്റായി വണ്ടി. അങ്ങനെ സൈഡിൽ ഒതുക്കി നിർത്തി കുറേ സമയം അവിടെ ഇരുന്ന്. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് അവിടെ കുറേ കരിങ്കുരങ്ങന്മാർ. അപ്പോൾ അവരെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ വണ്ടി ഒന്ന് തണുത്തപ്പോൾ ഒന്നെടുത്ത് പോയി ചുരത്തിൻ്റെ മേലെ എത്തി. അങ്ങനെ അവിടെയും കുറേ സമയം നിർത്തിയിട്ട് ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തില്ല എന്ന് തോന്നി. വണ്ടി ഓവർ ഹീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിർത്താണ്ട് ഒറ്റ പോക്ക് പോയതാണല്ലോ. ഏതാ ഞങ്ങൾ വീണ്ടും തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ എത്തി. ഞങ്ങളെ കൽപ്പറ്റയിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ നേരെ മുന്നിലുള്ള കൊന്ന മരം പൂത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷുവിന് എങ്ങനെ ഉണ്ടാവുക എന്നറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല കേട്ടോ, കൽപ്പറ്റ ടൗണിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കനും ചപ്പാത്തി, അങ്ങനെ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ പോയത് കൽപ്പറ്റയിലേക്കാണ്. അങ്ങനെ ചിക്കൻ ഓർഡർ ചെയ്ത് പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സോഡാ സർബത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോഡാ സർബത്തല്ല കേട്ടോ, സംഭാരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭാരം വാങ്ങി നമുക്കൊരു പാക്കറ്റ് പൊരിയും വാങ്ങി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണീൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്